ഹായ് ഫ്രണ്ട്സ്, ആങ്കുലാറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തത് റിയാക്റ്റീവ് ഫോം വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ ഫോം ജനറേറ്റ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്റ്റീവ് ഫോം വെച്ച് ഡൈനാമിക് ഫോം എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യു ഐ നോക്കി കാണാം. എനിക്കിവിടെ ഒരു ഇമെയിൽ എന്ന് പറഞ്ഞ ലേബലുണ്ട്, ഒരു ഇൻപുട്ട് ബോക്സും ഉണ്ട്. ഓക്കെ, ഇതെനിക്ക് ഒരു ഇമെയിൽ ആഡ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ മൾട്ടിപ്പിൾ ഇമെയിൽസ് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ എനിക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് കാരണം മാനുവലായിട്ട് ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സ് ഒരു ലേബലും ആഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. എനിക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഇങ്ങനെ ആഡ് ചെയ്യേണ്ട അവസ്ഥ വരുവാണെങ്കിൽ നമുക്കങ്ങനെ മാനുവലി കോഡ് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഡൈനാമിക് ഫോംസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ഡൈനാമിക് ഫോമിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഫിനിറ്റ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഇൻപുട്ട് ബോക്സും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടല്ലോ ഒരു ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കുണ്ടോ അടുത്തൊരു ഇൻപുട്ട് ബോക്സ് വന്നു, ഒരു ലേബലും വന്നു. ഇനി വീണ്ടും ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ വീണ്ടും അടുത്തൊരു ഇൻപുട്ട് ബോക്സും ലേബലും വന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഡൈനാമിക് ഫോംസ്. ഇനി ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ യു ഐയിൽ നമുക്ക് റിയാക്റ്റീവ് ഡൈനാമിക് ഫോം എന്ന് പറഞ്ഞ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. നമുക്കിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് യു ഐ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഫോം ടാഗ് എഴുതുന്നു. ഫോമിനുള്ളിൽ സെക്ഷൻ എംപ്റ്റി. ഫസ്റ്റ് ഞാനൊരു ലേബൽ എഴുതി. ലേബൽ വേണ്ട, ഇമെയിൽ. അതിൻ്റെ അടിയിൽ ഇൻപുട്ട് ബോക്സ് എഴുതി. ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഒരു ക്ലാസ് കൊടുത്തു, ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് കൊടുത്തു, ഫോം കൺട്രോൾ. ഓക്കെ, ഇനി ഒരു സബ്മിറ്റ് ബട്ടൺ നമുക്ക് വേണം. അതിനുവേണ്ടി ഞാനൊരു ബട്ടൺ കൊടുത്തു, സബ്മിറ്റ്. ഞാൻ ജസ്റ്റ് ഒരു ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആഡ് ചെയ്യണം. ഇൻപുട്ടിന് താഴെ നമുക്കൊരു ആഡ് ബട്ടൺ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഈ ഇൻപുട്ട് വീണ്ടും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഡിവിഷൻ കൊടുത്തു, അതിലൊരു ബട്ടൺ വീണ്ടും ആഡ് ചെയ്തു. പക്ഷെ നമുക്ക് ടൈപ്പ് സീക്വൽ സബ്മിറ്റ് ബട്ടൺ എന്ന് പറഞ്ഞ് കൊടുക്കണം. കാരണം നമുക്കിവിടെ രണ്ട് ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിലേത് ബട്ടണാണ് നമുക്ക് സബ്മിറ്റ് ബട്ടൺ ആണോ മറ്റേ ഇൻപുട്ട് ആഡ് ബട്ടൺ ആണോ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ടൈപ്പ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് യു എൻ ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് കൊടുക്കാം. ക്ലാസ് കൺട്രോൾ. ക്ലാസ് മാറിപ്പോയി. സക്സസ്ഫുൾ. ഓക്കെ, സോ നമുക്കൊരു ആഡ് ബട്ടണും ഒരു സബ്മിറ്റ് ബട്ടണും ഒരു ഇൻപുട്ട് ബോക്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് പോയിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന് ഫോം ബിൽഡറും, അതായത് നമുക്ക് അതിൻ്റെ ഒരു സ്കീം ജനറേറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യം ഒരു ഫോം അറേ ആണ്. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. ഫ്രം /forms എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ഇത് ഫോം ബിൽഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ഫോം അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡൈനാമിക് ഫോമിന്റെ ഒരു ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഇനീഷ്യൽ എംപ്റ്റി അറേ ഡിക്ലെയർ ചെയ്യുക. അതിലോട്ട് നമ്മൾ വാല്യൂസ് ഇങ്ങനെ, അതായത് കൺട്രോൾസ് ആയിട്ട് നമുക്ക് അതിനെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുഷ് ചെയ്ത് തന്നെ ഫോർ ലൂപ്പ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു സ്കീമ ജനറേറ്റ് ചെയ്യാം. സ്കീമ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡിപ്പെൻഡൻസി ഇൻഡക്ഷൻ വഴി ഞാൻ ഈ ഫോം ബിൽഡറിനെ ഇവിടെ കൺസെപ്റ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ FB എന്ന് വിളിച്ചാൽ ഇനി ത്രൂ ഔട്ട് ഈ കമ്പോണ്ടിൽ നമുക്ക് എല്ലാ ഫങ്ഷൻസും ഇത് നമുക്ക് കിട്ടും. ഞാൻ ആദ്യമായിട്ട് ഒരു സ്കീമ ജനറേറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞ സ്കീമ ഈക്വൽ ടു this.fb.group. ഫസ്റ്റ് വരുന്ന നമുക്ക് ഇമെയിലാണ്. ഒരു എംപ്റ്റി അറേയിൽ നമുക്ക് ഇനീഷ്യലി ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഇമെയിൽ കൊടുത്തു. ഇനി ആ ഇമെയിൽ നമുക്ക് HTML ആയിട്ട് റിലേഷൻ കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കണം, ഫോം ഗ്രൂപ്പ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് കാണാം. ഫോം ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് ഈ സ്കീമിയുടെ നെയിം കൊടുക്കാം. രജിസ്ട്രേഷൻ സ്കീമിന്റെ നെയിം കൊടുത്തു.
ഇപ്പോൾ എൻ്റെ ഈ സ്കീമയും ഈ HTML ഫോം ടാഗുമായിട്ട് ഒരു റിലേഷൻ വന്നു. ഇനി ഒരു ഇൻപുട്ട് ടാഗുമായിട്ട് ഒരു റിലേഷൻ കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയറക്റ്റീവാണ് ഫോം കൺട്രോൾ നെയിം എന്ന ഡയറക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് കൊടുത്തത് അത് തന്നെ നമുക്ക് ഡയറക്റ്റോട് കൊടുക്കാം ഇമെയിൽ. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ചേഞ്ച് ഒന്നുമില്ല. നമുക്കിത് വർക്കായില്ല അല്ലെ വേണ്ട, നമുക്ക് ഇവിടെ ഇമെയിലിൽ IT മാസ്റ്റർ എന്നുള്ള ചുമ്മാ കൊടുത്ത് നോക്കാം. സോ നമുക്കിവിടെ ബൈൻഡ് ആയിട്ടുണ്ട്, അതായത് ടെംപ്ലേറ്റും ടൈപ്പ് സ്ക്രിപ്റ്റും നമ്മൾ ബൈൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട ഒരു അറേ ഡിക്ലെയർ ചെയ്യണം. ഈ സ്കീമയുടെ ഉള്ളിൽ ഒരു അറേ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റീവ് ഇമെയിൽസ് എന്ന് പറഞ്ഞിട്ട് ദിസ് ഡോട്ട് fb.array എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു empty array നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് ഈ ഫോം ബിൽഡറിൽ നിന്നും array എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വഴി നമുക്കൊരു empty array നമുക്ക് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ്സ് ഇമെയിൽ എന്ന് പറയുമ്പോൾ ഇതിലൊരു empty array നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിന്റെ മാത്രമായിട്ട് നമുക്ക് കൺട്രോൾ കിട്ടാൻ വേണ്ടി ഒരു ഗെറ്റർ ഫംഗ്ഷൻ എഴുതും. അപ്പോൾ ആ ഫംഗ്ഷൻ നമുക്ക് എഴുതാം, ഗെറ്റ് ആൾട്ടർനേറ്റീവ് ഇമെയിൽസ്. അത് റിട്ടേൺ ചെയ്യുന്നത് ഇതിന്റെ കൺട്രോൾ ആയിരിക്കും, അതൊരു അറേ കൺട്രോൾ ആയിരിക്കും. അപ്പോൾ അതിന് റിട്ടേൺ ദിസ് ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് ഗെറ്റ് ഈ അറേ നെയിം ആസ് ഫോം അറേന് കൊടുക്കാൻ മറക്കരുത്. ഇനി എപ്പോഴും നമുക്ക് ഈ ഫംഗ്ഷൻ വിളിച്ചിട്ടായിരിക്കണം നമുക്ക് ഈ പുഷ് ചെയ്യാനും ഈ അറയിലോട്ട് പുഷ് ചെയ്യാനും എല്ലാം ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ വിളിച്ചായിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ വിളിച്ച് നമുക്ക് കിട്ടുന്ന എന്താ നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ അറിയണ്ടേ. അതിന് വേണ്ടി നമുക്കൊരു ക്ലിക്ക് ഫംഗ്ഷൻ ചെയ്താൽ ഒരു ഇവന്റ് എടുത്തിട്ട് ആവണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ക്ലിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ആഡ് ആൾട്ടർനേറ്റീവ് ഇമെയിൽ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതി അത് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചുമ്മാ ഈ ഗെറ്റർ ഫംഗ്ഷൻ എന്താ അറിയാത്തതുകൊണ്ട് ഇതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം, ഇതെന്താണ് റിട്ടേൺ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഈ വരി വരാം, ഇൻസ്പെക്ട് എടുക്കാം, കൺസോൾ ഒന്നുമില്ല. ഞാൻ ചുമ്മാ ആൾട്ടർനേറ്റീവ് ഇമെയിൽ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു നമുക്ക് എറർ കിട്ടിയിട്ടുണ്ട്. സോറി, നമുക്ക് ഇവിടെ എപ്പോഴും ദിസ് ഡോട്ട് എന്ന് പറഞ്ഞ് വിളിക്കണം, അത് നമ്മൾ വിളിച്ചില്ല, അതുകൊണ്ടാണ് എറർ അടിച്ചിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു ആഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫോം അറേ നമുക്ക് തന്നു. ആ ഫോം അറേയിൽ എന്തൊക്കെയുണ്ട്, കൺട്രോൾസ് എന്ന് പറഞ്ഞ empty ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റാറ്റസ് വാലിഡ് ആണ്, കുറേ കാര്യങ്ങളുണ്ട്, വാല്യൂ empty ആണ്, കൺട്രോൾസും empty ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അറേയിൽ ഇപ്പോൾ വാല്യൂ ഒന്നുമില്ല. ആ അറേയിലോട്ട് നമുക്ക് വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്യണം. അതായത് കൺട്രോൾസിലോട്ട് വാല്യൂസ്, ഈ കൺട്രോൾസിലോട്ട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അറേയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പുഷ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ അറേയിലോട്ട് പുഷ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഗെറ്റർ ഫംഗ്ഷൻ ആദ്യം വിളിക്കുകയാണ്, ദിസ് ഡോട്ട് ആൾട്ടർനേറ്റീവ് ഇമെയിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഒരു അറേ ആയിരിക്കും. അപ്പോൾ അറേ ഡോട്ട് എപ്പോഴും പുഷ് കിട്ടും, പുഷ് ദിസ് ഡോട്ട് fb.control. ഓക്കെ, അതായത് നമുക്ക് empty സ്ട്രിങ് ആണ് ഇതിലോട്ട് പുഷ് ചെയ്യേണ്ടത്. ഈ fb.control എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നത് ഇതിലൊരു കൺട്രോളാണ്, ആൾട്ടർനേറ്റീവ് ഇമെയിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു കൺട്രോളാണ്. അതേപോലത്തെ ഒരു കൺട്രോൾ നമുക്ക് ഈ ആൾട്ടർനേറ്റീവ് ഇമെയിൽസിൽ നമ്മൾ പുഷ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ അറയിൽ നമുക്കൊരു കൺട്രോൾ കിട്ടും. നമ്മൾ വീണ്ടും പുഷ് ചെയ്യുമ്പോൾ വീണ്ടും ആ കൺട്രോൾ കിട്ടും. ആ കൺട്രോൾ ആയിരിക്കും നമ്മൾ എപ്പോഴും ഈ ഇൻപുട്ടായിട്ട് റെൻഡർ ചെയ്യുന്നത് HTML. ഓക്കെ, ഇപ്പോൾ നമുക്കിനി ദിസ് ഡോട്ട് fb.control എന്താണ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം.
നമ്മൾ ആഡ് ബട്ടൺ പ്രസ് ചെയ്യണം. ഒരു ഫോം കൺട്രോളർ റിട്ടേൺ ചെയ്തു. ഈ ഫോം കൺട്രോൾ ഇത്രയും വാല്യൂസ് ഉണ്ടാവുള്ളൂ. വാല്യൂ നള്ളാണ്. അപ്പോൾ ഇതാണ് ഒരു ഫോം കൺട്രോൾ. ഈ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾ ഈ അറയിലോട്ട് ഈ ഒരു കൺട്രോൾ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ആഡ് പ്രസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് HTML ഭാഗമാണ് അടുത്തുള്ളത്. അതായത് നമുക്കിപ്പോൾ അറേ കിട്ടി, അറയിലോട്ട് ഡാറ്റയും പുഷ് ചെയ്തു. ഇനി അത് നമുക്ക് HTML ഡിസ്പ്ലേ ചെയ്യണം. അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു ഡിവിഷൻ എഴുതി. ആ ഡിവിഷനിൽ നമ്മളൊരു ആട്രിബ്യൂട്ട് കൊടുക്കണം. ഫോം അറേ നെയിം. നേരത്തെ നമ്മൾ ഈ സ്കീമായിട്ട് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തില്ലേ, അതേപോലെ ഈ അറേ തമ്മിലൊരു കണക്ഷൻ കൊടുക്കാനായിട്ട് ഈ അറേയുടെ നെയിം കോപ്പി ചെയ്യാം, നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ HTML മനസ്സിലായി ഇതൊരു ഫോം അറേയാണ്. ഇനി അടുത്തത് ഇത് നമുക്ക് ലൂപ്പ് അടിക്കണം. ഇതൊരു അറയല്ലേ, അപ്പോൾ അറേനെ നമുക്ക് ലൂപ്പ് അടിച്ചാലേ നമുക്ക് ഇവിടെ റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒരു ng4 ലൂപ്പ് സ്ട്രക്ചർ ഡയറക്റ്റീവ് നമ്മൾ എഴുതണം. ഓക്കെ, ലെറ്റ് ഐറ്റം ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗെറ്റർ ഫംഗ്ഷന്റെ കൺട്രോൾസിനെയാണ് നമ്മൾ ലൂപ്പ് അടിക്കുന്നത്. ഗെറ്റർ ഫംഗ്ഷന്റെ കൺട്രോൾസ് വിളിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ അറേ കംപ്ലീറ്റ് കിട്ടുക. ആ അറയിലത്തെ ലൂപ്പാണ് നമ്മൾ അടിക്കുന്നത്, കൺട്രോൾ. ഇനി കോമ ലെറ്റ് i = ഇൻഡെക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഈ ഇൻഡെക്സ് ഈ ഐയിൽ കിട്ടും. ഈ ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ഈ ഫോം കൺട്രോൾ നെയിം കൂടെ നമ്മൾ കൊടുത്ത ഇൻപുട്ടിൽ ബൈൻഡ് ചെയ്തില്ലേ, അതേപോലെ നമുക്ക് ഇവിടെയും ഒരു ഇൻപുട്ട് ബൈൻഡ് ചെയ്യേണ്ടത്. അവിടെ കൊടുക്കുന്ന ഫോം കൺട്രോൾ നെയിം ഈ ഇൻഡെക്സ് ആയിരിക്കും. കാരണം നമുക്ക് അറയിലത്തെ ഏത് ഇൻപുട്ടിനാണ് ബൈൻഡ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി നമുക്ക് ഇൻഡെക്സ് കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇൻപുട്ട് ആദ്യം ഒരു ലേബൽ എഴുതി. ലേബൽ ആൾട്ടർനേറ്റീവ് ഇമെയിൽ എന്ന് പറഞ്ഞൊരു ലേബൽ എഴുതി. അതിൽ കൊണ്ടുപോയി ഞാൻ ഈ ഐ ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്താൽ പക്ഷേ ഇനീഷ്യലി 0 കിട്ടും. നമുക്ക് 0 വേണ്ട, 0 + 1 മുതലുള്ള മതി. അതിൻ്റെ ഇടയിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ടാഗ് ഇട്ടു. അതിൽ ഫോം കൺട്രോൾ നെയിം എപ്പോഴും പ്രോപ്പർട്ടി ബൈൻഡ് ചെയ്ത് വേണം അത് ബൈൻഡ് ചെയ്യാൻ. കാരണം ഈ ഇൻഡെക്സ് എപ്പോഴും മാറും. അതായത് എപ്പോഴും 1-ൽ നിൽക്കില്ല, 1 2 3 4 അങ്ങനെ വന്നേക്കും. അപ്പോൾ നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും പ്രോപ്പർട്ടി ബൈൻഡ് ചെയ്യണം. ഫോം കൺട്രോൾ നെയിം = AI. ഇനി നമുക്ക് UI നിന്ന് പോയി നോക്കാം. നമ്മൾ ആഡ് ബട്ടൺ പ്രസ് ചെയ്തു. നമുക്ക് കാര്യമായ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് = ആൾട്ടർനേറ്റീവ് ഇമെയിൽസ് കൺട്രോൾസ്. സോറി, ഓക്കെ. സോ നമുക്കിവിടെ ആഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് ബോക്സ് മൾട്ടിപ്ലൈ കിട്ടുന്നുണ്ട്. നമുക്ക് ഇനിയാണ് സ്റ്റൈൽ ചെയ്യാം. ചുമ്മാ സ്റ്റൈൽ ചെയ്യാൻ ഒരു ക്ലാസ് കൊടുത്തുള്ളൂ. = ഫോം കൺട്രോൾ. ഓക്കെ, ഞാൻ ഇവിടെ ആഡ് ബട്ടൺ പ്രസ് ചെയ്തു. കണ്ടു, ആൾട്ടർനേറ്റീവ് ഇമെയിൽ 1 എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ബോക്സ് വന്നു. വീണ്ടും ആഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവ് ഇമെയിൽ 2 എന്ന് പറഞ്ഞ അടുത്തൊരു ഇൻപുട്ട് ബോക്സ് വന്നു. സോ ഇനി നമുക്ക് ഇതിൽ എന്ത് വാല്യൂസ് കിട്ടുന്നുണ്ടോ ഇല്ല അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഇതിന്റെ ജേസൺ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതി. ഈ ng submit എന്ന് പറഞ്ഞാൽ ഈ ആംഗുലർ ഫോംസ് ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. ng submit = on submit. ഈ നമ്മളിവിടെ സബ്മിറ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ng submit എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വർക്കാവും. ആ ഫംഗ്ഷൻ വർക്കാകുമ്പോൾ അടുത്ത ഫംഗ്ഷൻ ഈ ഓൺ സബ്മിറ്റ് വർക്കാവും. ഈ ഓൺ സബ്മിറ്റ് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൽ എഴുതാം. ഒരു വാല്യൂസ് എന്ന് പറഞ്ഞ ചുമ്മാ നമുക്ക് കൊടുക്കാം. console.log values.value. അതായത് നമുക്ക് ഇവിടെ ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സ്കീമിനെ നമുക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്യണം. ആ സ്കീമിയുടെ വാല്യൂ ആയിരിക്കും ഇവിടെ കൺസോളിൽ വരിക. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ആഡ് കൊടുത്തു. tmaster@gmail.com സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ ഇവിടെ ഇമെയിൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്കീം വന്നു. ആ സ്കീമിയുടെ ഉള്ളിൽ ഇമെയിൽ IT മാസ്റ്റർ ഉണ്ട്. ആൾട്ടർനേറ്റീവ് ഇമെയിൽ എന്ന് പറഞ്ഞ അറേയുടെ ഉള്ളിൽ വീണ്ടും അടുത്തൊരു ഇമെയിൽ വന്നു. ഇനി നമുക്കിത്
ഒരു ആഡ് ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നമുക്കിത് കോപ്പി ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ കണ്ടോ, ഈ അറയുടെ ഉള്ളിൽ ഇപ്പോൾ 2 എണ്ണം വന്നു, 2 itmaster@gmail.com വന്നു. സോ ഇതാണ് നമ്മുടെ ഡൈനാമിക് ഫോം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫോം ടാഗ് എഴുതി, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സ്കീമിനെ നമ്മൾ ബൈൻഡ് ചെയ്തു. പിന്നെ ഈ ലേബൽ ഇൻപുട്ട്, പിന്നെ അടുത്തത് ആഡ് ബട്ടൺ എഴുതി. ആഡ് ബട്ടണിൽ ഒരു ആഡ് ആൾട്ടർനേറ്റീവ് ഇമെയിൽ എന്ന ഫംഗ്ഷനും കൂടെ എഴുതി, അതായത് ഒരു ഇവന്റ് ട്രിഗർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്കീമ കൊടുത്തു. സ്കീമിന്റെ ഉള്ളിൽ ഒരു ആൾട്ടർനേറ്റീവ് ഇമെയിൽസ് എന്ന് പറഞ്ഞ അറേ എംപ്റ്റി ആയിട്ട് ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അറേ ഒന്നിലേക്ക് എംപ്റ്റി ആയിരിക്കും, കാരണം നിങ്ങൾക്ക് ഒരു ഈ സ്ക്രീനിൽ ഒന്നും കാണിക്കേണ്ട, ആദ്യം ഒന്നും കാണിക്കേണ്ടെങ്കിൽ ഇത് എംപ്റ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വല്ല വാല്യൂസും കൊടുക്കാം. എന്നിട്ട് അടുത്ത ചെയ്തതെന്ന് വെച്ചാൽ ഈ അറേ നമുക്ക് ഇനീഷ്യലി ഒറ്റ കിട്ടാനായിട്ട് നമ്മളൊരു ഗെറ്റർ ഫംഗ്ഷൻ എഴുതി. ഇത് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും ഈ അറേ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് വഴി നമുക്ക് ഈ അറേ കിട്ടി. ഈ അറയിലോട്ട് നമ്മൾ ഈ ആഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചോദിച്ചാൽ ഈ അറയിലോട്ട് നമ്മൾ ഡാറ്റ ഇങ്ങനെ പുഷ് ചെയ്ത് കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ പുഷ് ചെയ്യുന്ന ഡാറ്റ എപ്പോഴും ഒരു കൺട്രോൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ കൺട്രോൾ നമുക്ക് ഈ അറയിലോട്ട് പുഷ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പൊ ഈ അറേ 0, 1, 2, 3 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ ഇങ്ങനെ കൂടി വന്നു. ഇനി ഈ അറേനെ നമുക്ക് ഇവിടെ ലൂപ്പ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ അറയിലത്തെ ഇൻഡെക്സ് വെച്ച് നമ്മൾ ലൂപ്പ് അടിച്ചു. ആ ഇൻഡെക്സ് പ്രകാരം നമ്മൾ ഇൻപുട്ടിൽ ബൈൻഡ് ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഡൈനാമിക് ഫോംസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.